ന്യൂസിലാൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ അറസ്റ്റിലായ ചിഞ്ചുവിൻ്റെ കഥ പോലീസിനെ പോലും അമ്പരപ്പിച്ചു. ഒരു യുവതിക്ക് എങ്ങനെയാണ് ഇത്ര വിദഗ്ധമായി ആളുകളെ കബളിപ്പിക്കാൻ കഴിയുന്നത്? തട്ടിപ്പ് മാത്രമല്ല, ആവശ്യമെങ്കിൽ ഈ യുവതി ഗുണ്ടായിസവും കാട്ടും. 2 കോടിയിലധികം രൂപ നഷ്ടപ്പെട്ട കൊടുങ്ങല്ലൂർ സ്വദേശികൾ പണം തിരികെ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ചിഞ്ചു ആരാണെന്ന് ശരിക്കും മനസ്സിലായത്. വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഇവർ കൂടുതൽ പേരെ പറ്റിച്ചിട്ടുണ്ടെന്നാണ് വിവരം. 2020 എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത ചിഞ്ചു ജാമ്യത്തിലിറങ്ങി വീണ്ടും തട്ടിപ്പ് നടത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പുനലൂർ സ്വദേശിയുടെ പരാതിയിൽ അറസ്റ്റിലായ പ്രതി ഇപ്പോൾ റിമാൻഡിലാണ്. ഞാൻ വേണേ സെൻഡ് ചെയ്തു തരാം. രണ്ട് കോടിയിലധികം രൂപ നഷ്ടപ്പെട്ട കൊടുങ്ങല്ലൂർ സ്വദേശികൾ പണം തിരികെ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ചിഞ്ചു അനീഷ് അടക്കമുള്ള 4-അംഗ സംഘം ഒറിജിനലിനെ വെല്ലുന്ന വ്യാജരേഖകൾ ചമച്ച് ന്യൂസിലൻഡിൽ കപ്പലിൽ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരുടെ കയ്യിൽ നിന്ന് വൻ തുകകൾ തട്ടി. 2 ദിവസം മുമ്പാണ് പുനലൂർ കറവൂർ സ്വദേശി നിഷാദിന്റെ പരാതിയിൽ കൊല്ലം കല്ലട സ്വദേശിനിയായ ചിഞ്ചു അനീഷ് അറസ്റ്റിലായത്. നിഷാദിൽ നിന്ന് പലതവണയായി 11.5 ലക്ഷം രൂപയാണ് ചിഞ്ചു അനീഷും സംഘവും തട്ടിയെടുത്തത്. മാസം 2 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്ന കപ്പൽ ജോലിയായിരുന്നു വാഗ്ദാനം. ജോലി സംബന്ധമായ എല്ലാ രേഖകളും നിഷാദിന് നൽകുകയും ചെയ്തു. വായ്പയെടുത്താണ് നിഷാദ് പണം നൽകിയത്. ഞാൻ വേണേ സെൻഡ് ചെയ്തു തരാം. തട്ടിപ്പ് സംഘത്തിലെ 1-ാം പ്രതി ബിനിലിനെ മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു. 2-3 പ്രതികളെ ഇനിയും പിടികൂടാനുണ്ട്. ചിഞ്ചു കൂടി അറസ്റ്റിലായതോടെ നിരവധി പേരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സംഘം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് കേസുകളുണ്ട്. 2020 എറണാകുളം നോർത്ത് പോലീസ് ചിഞ്ചുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ജാമ്യത്തിലിറങ്ങിയാണ് ഇവർ വീണ്ടും തട്ടിപ്പുകൾ നടത്തിയത്. ചിഞ്ചു അനീഷിന്റെ ജാമ്യ ഹർജി പുനലൂർ 2-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. വിശദമായ അന്വേഷണത്തിനായി പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പുനലൂർ.